ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് എൻ്റെ മാത്സ് ലാബ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ഞാൻ നോക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 2-3 വർഷത്തെ 2-3 എക്സ്പെരിമെൻറ്റൊന്നും ഞാൻ ചെയ്തില്ല. ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വേസ്റ്റാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസം എനിക്ക് കിട്ടിയായിരുന്നു, എന്നിട്ട് ഞാൻ തലേ ദിവസമാണ് നോക്കിയത് മാത്സ്. അപ്പം അതിൻ്റെ ഒരു റിഗ്രറ്റ് എനിക്കുണ്ട് ഓൾമോസ്റ്റ്. അപ്പം ഞാൻ എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളുള്ള ട്രിക്കൊക്കെ ഞാനിരുന്ന് നോക്കുകയാണ് ഒന്നുകൂടെ. അപ്പം മാനുവൽ സ്കൂളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി തന്നതാണ് PYQ. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ചോദിക്കുക, എങ്കിലും നമുക്കവിടെ വെച്ചുണ്ടാകുന്ന ഒരു ടെൻഷൻ കാരണം നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് എന്താണേലും. അപ്പോൾ സമയം 8:30 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 9 മണിക്ക് സ്കൂളിലെത്തണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പാക്ക് ചെയ്യുവാണ്. അപ്പോൾ കാൽക്കുലേറ്ററൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ഉള്ളി പേനയും പിന്നെ റെക്കോർഡും പിന്നെ വേണമെങ്കിൽ പെൻസിലും. കാരണം ക്വസ്റ്റ്യന് നമ്മൾ ജിയോജിബ്രയിൽ നിന്നും ക്വസ്റ്റ്യൻ്റെ ഒരു ആപ്ലറ്റിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ കുറേ സമയം നമ്മളവിടെ വേസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പെൻസിലും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മാനുവൽ എടുക്കുന്നുണ്ട്, കാരണം അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഒരു ബുക്കും പിന്നെ എൻ്റെ ഒരു നോട്ടും എടുക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം 4 മണിയായി. ഞാൻ എക്സാമും കഴിഞ്ഞ് വന്നു. എക്സാമും കഴിഞ്ഞ് എനിക്ക് ഇത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇത്തിരി താമസിച്ചത്. അപ്പോൾ ഇനി ലാബിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ടൈം അധികം കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ എക്സ്ട്രാ എഴുതാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചെയ്തു തീർന്നപ്പോൾ തന്നെ 12 മണിയായി. അപ്പോൾ 12:30 വരെ ആയിരുന്നു നമുക്ക് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ചെയ്യണ്ട, അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കൊണ്ട് കാണിച്ചു. എനിക്ക് ആദ്യം തന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസാണ് കിട്ടിയത്. ഞാനത് അറിയാതെ സ്റ്റാർട്ട് എക്സാം കൊടുത്തതാണ്, പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല. അപ്പോൾ അതെനിക്ക് ഇത്തിരി ഡൗട്ടുണ്ടായിരുന്നു, കാരണം വാല്യൂസൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഞാൻ എടുത്തതൊക്കെ മാറിപ്പോയായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ ഞാൻ മാറ്റി എഴുതിയത്. അപ്പോൾ ഞാൻ അത് ടീച്ചറിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കൂടെ ഒന്നുകൂടെ പോയി ചെയ്തു. അപ്പോൾ അത് ശരിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം, അറിയില്ല. ഇനിവേ കുഴപ്പമില്ലായിരുന്നു, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ബാക്കി എനിക്ക് ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത്. 6 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, മാക്സിമ ആൻഡ് മിനിമ. അതിൽ ഞാൻ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫും ഡൊമൈൻ ആൻഡ് റേഞ്ചും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ബാക്കി രണ്ടും ചെയ്യാനുള്ള എനിക്ക് സമയം കിട്ടിയില്ല. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റാണ് മാത്സ് എക്സാമിന് ഏറ്റവും വലിയത്. പിന്നെ തിയറി എക്സാമിന് പിന്നെയും വലിയ കുഴപ്പമില്ലെങ്കിലും, പക്ഷേ ലാബ് എക്സാമിന് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് വേണം. എൻ്റെ ബാച്ചിലിരുന്ന മിക്കവർക്കും ടൈം കിട്ടിയില്ല. പിന്നെ 2-3 പേര് മാത്രമാണ്
ഒപ്പിച്ചൊപ്പിച്ചൊരു 12-11:30 ആയപ്പോൾ ഇറങ്ങിപ്പോയത്. അവർക്കെല്ലാം ഇത്തിരി സിമ്പിളായിട്ട് അവർക്ക് LPP ഒക്കെ ആദ്യമേ കിട്ടിയായിരുന്നു. എനിക്ക് LPP ഒന്നും കിട്ടിയില്ല. അപ്പോൾ ലാബ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രീ മോഡലിലെ എക്സാം മാർക്കും കിട്ടി. മാത്സിൻ്റെ മാത്രമേ കാണിച്ചുള്ളൂ. എനിക്ക് 43 ഞാൻ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാതെ പോയത്. കാരണം അന്ന് ഫിസിക്സ് ലാബിൻ്റെ ഏതാണ്ട് ഒരു റെക്കോർഡ് സബ്മിഷൻ ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഫുൾ ഡേ ഞാൻ അതിൻ്റെ റെക്കോർഡുമായിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും ജസ്റ്റ് ഒക്കെ നോക്കിയതേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ടീച്ചർ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി പഠിച്ചിട്ടില്ല. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സബ്ജക്റ്റിനെ ഒന്നും കാണിച്ചിട്ടില്ല. അറിയില്ല ഇനി കാണിക്കുമോ ഇല്ലയോ എന്നുള്ളതും. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത മോഡല്. അപ്പോൾ നാളെയാണ് എനിക്ക് ഫിസിക്സിൻ്റെ ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.